ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ മന്തി ആട്ടോ. നല്ല ടേസ്റ്റിയാണ്. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും നല്ലൊരു റെസിപ്പി ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനിലേക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു സവാളൻ്റെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ 2 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഒരു 2 ഗ്രാമ്പും, ഒരു ചെറിയൊരു പീസ് പട്ടയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം ജീരകവും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മീഡിയം വലുപ്പത്തിലൊരു ചിക്കനാണ്. അപ്പോൾ അത് 8 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സൈസിൻ്റെ വലിപ്പമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാല വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഏറ്റവും നല്ലത് നമ്മൾ തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് രാത്രിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും ചിക്കൻ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇനി നമ്മൾ മന്തി ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ഓയിൽ വെച്ചെടുക്കുക. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ചിക്കൻ്റെ ഒരു സൈഡ് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിനി ഒന്നുകൂടി ഒന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് ഇത് കുക്കായി കിട്ടിക്കോളൂ കേട്ടോ. ഇതൊരു കളറിങ്ങനെ മാറി വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അത് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല, മന്തി മസാല മാത്രം മതി കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞളും ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് സ്മെല്ലൊക്കെ മാറി വന്ന് കളറൊക്കെ മാറി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കനിൽ പെരട്ടി വെച്ചിട്ടുള്ള മസാല ബാക്കിയുള്ളതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കനിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കനിലൊക്കെ നന്നായിട്ട് ഈ മസാല പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാലയും ഈ ചിക്കനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് ഈ ചിക്കനൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 kg റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1/2 മണിക്കൂറോളം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു വലിയൊരു ഉണക്ക ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2-3 ഗ്രാമ്പ് പട്ട, കുറച്ച് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് റൈസിന് നമ്മൾ 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടി പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ആവശ്യമാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം.
ഇനി റൈസ് നന്നായിട്ട് കുക്കായി കിട്ടുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം വെള്ളം വറ്റി വരുന്ന ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി വീണ്ടും വെക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള സാഫ്രോൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ മുകളിൽ പിന്നെയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സാഫ്രോണിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ചാർക്കോൾ ഇല്ലെങ്കിൽ ഇതുപോലെ ചിരട്ട കത്തിച്ചിട്ട് അതായാലും മതി കേട്ടോ. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റോളം നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം നമ്മൾ അടിപൊളി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റെവിടെ പിന്നെ കാണാം. ബൈ, താങ്ക് യു.